കണ്ണേട്ടാ, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് മോള് വളഞ്ഞു മുക്കി പിടിക്കുന്നത്? ചോദിച്ചു. ദേ ചേച്ചി ഇപ്പോഴും കണ്ടിട്ട് ഇഷ്ടമാണോ? അതിനവൻ ദയിപ്പിച്ചൊരു നോട്ടമായിരുന്നു അവളെ. വെളുക്കോള് രാമായണം വായിച്ചിട്ട് സീതയുടെ ഹസ്ബൻഡ് രാവണനാണെന്ന് പറഞ്ഞ പോലെ ആണല്ലോ അനു നിന്റെ കാര്യം. അതല്ല, അറിയാനൊരു ത്വര. എന്നാ കേട്ടോ, ദേയുടെ ഓർമ്മകൾ പോലും എന്നിലില്ല. പേരുമൂരും അറിയാത്ത ഒരു പാവാടക്കാരിയെ പ്രണയിച്ച് തുടങ്ങിയതാ. ആ ഇഷ്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവളെ തന്നെ ദൈവം എൻ്റെ നല്ല പാതിയായി കരുതി വെച്ചിരുന്നു. അവളുടെ കൈകൾ കോർത്ത് പിടിച്ച് അവൻ അവളോട് പറഞ്ഞു, അനു, നീ എനിക്ക് ജീവനാണ് പെണ്ണെ. മരണം വരെ യാഷിൻ്റെ താലിയുടെ അവകാശി അനികാവർമ്മയായിരിക്കും. ഇതെൻ്റെ വാക്കാണ്. അനു അവൻ്റെ കൈകൾ വിടിയിപ്പിച്ച് മുന്നോട്ട് നോക്കിയിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ അവരൊന്ന് അതിശയിച്ച് അവളെ നോക്കി. എന്തു പറ്റി അനു, ഇനി നിനക്കെന്നെ ഇഷ്ട? പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവളുടെ കൈകൾ അവൻ്റെ അതരങ്ങളെ തടഞ്ഞിരുന്നു. ആണ്, ഇഷ്ടമാണ്. പക്ഷെ അതിനു മുന്നേ എനിക്ക് കണ്ണിട്ടോട് ചിലത് പറയാനുണ്ട്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു നൊമ്പരമുണ്ടാക്കി. എന്താ പെണ്ണെ, എന്താണെന്ന് നിനക്ക് പറയാം. ഒന്നിൻ്റെ പേരിലും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എന്താണെങ്കിലും ഞാൻ കേട്ടോളാം. അവനെ നോക്കി ഒരു ദീർഘനിശ്വാസമെടുത്ത് അവൾ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് തെല്ലൊരു വേദന നിറഞ്ഞു. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ പിന്നെയും അവൾക്കായി കാതോർത്തിരുന്നു. വൈശാഖ്, അച്ഛൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകൻ. ചെറുപ്പം മുതൽ ഞങ്ങളുടെ ഫാമിലി ഒന്നിച്ചായിരുന്നു. എന്തിനും ഏതിനും ഏട്ടനേക്കാളും എന്നെ കെയർ ചെയ്തിരുന്നത് എല്ലാം വൈശാഖ് ഏട്ടനായിരുന്നു. രവി അങ്കിളിനും സുരഭി ആൻറ്റിക്കും 2 മക്കളാണ്. വൈശാഖ് എന്ന വൈശാഖ് രവീന്ദ്രനും വൈശാലി രവീന്ദ്രനും. ഏട്ടനും വൈശാഖ് ഏട്ടനും ഒരേ പ്രായമായിരുന്നു. വൈശാലേട്ടൻ്റെ പ്രായവും ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ബിസിനസ് ടൂറിന് വേണ്ടി അങ്കിൾ മലേഷ്യയിലേക്ക് പോയി. കൂടെ ആൻറ്റിയും. അതെ, വൈശാഖ് ഏട്ടൻ വിളി വേണ്ട, വൈശാഖ് അത് മതി. ഈ ആശവളെ നോക്കി മുഖം കൂർപ്പിച്ചു. കുശുംബൻ, ഇനി ബാക്കി പറയണി. വൈശാഖിനെയും വൈശുവിനെയും കോവിലത്താക്കിയിട്ടാ അവർ പോയത്. ഏട്ടന്മാർ അന്ന് ഡിഗ്രിക്ക് പഠിക്കുവാണ്. ഞാനും വൈശുവും 10 കഴിയാറായി. ഒരു ദിവസം പാടത്തെ തോട്ടുവരമ്പിൽ തല്ലുകൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ വൈശുവിൻ്റെ തള്ളിൽ തോട്ടിലേക്ക് വീണു നെറ്റേക്ക് മുറിഞ്ഞു. ഏട്ടൻ നന്ദനോടൊപ്പം കുറച്ച് അകലെയായിരുന്നു നിന്നത്. പേടിച്ചാണെന്ന് തോന്നുന്നു എൻ്റെ ബോധം പോയി. അനുവിൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. ഏട്ടായി, അനു, ഞാൻ മനപ്പുറമല്ല. വൈശൊന്ന് വിതുമ്പി. വൈശാഖ് വേഗം ചാടിയിറങ്ങി അനുവിനെ പൊക്കിയെടുത്ത്. കൊച്ചു പാലത്തിലിരുന്നത് കൊണ്ടായിരിക്കും വീഴ്ചയിൽ നെറ്റ് പൊട്ടിയിരുന്നത്. പാലത്തിൽ അവളെ കിടത്തി അവൻ തട്ടി വിളിച്ചു. അപ്പോഴേക്കും അനിയും നന്ദനും ഓടി വന്നു. അനുവിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് ഓടി. വൈശുവിൻ്റെ കുറ്റം ചെയ്ത പോലെയുള്ള നിൽപ്പ് കണ്ട് വൈശാഖ് അവിടെ നെറ്റി തുഴച്ചു മരുന്ന് പുരട്ടി കൊടുത്തു. മുഖം തണുത്ത വെള്ളത്തിൽ കയകിയപ്പോൾ അനു ഉണർന്നിരുന്നു. അപ്പോഴേക്കും അനി ഓടി വന്ന് അവളെ ഇറകെ പുണർന്നു. വാവേ, കുഴപ്പമുണ്ടാടാ? വേദന ഉണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എനിക്കൊന്നുമില്ല ഏട്ടാ, ഞാൻ അറിയാതെ തെന്നി വീണതാ. അവൾ മുഖം ഉയർത്തി വൈശുവിനെ നോക്കി. കുറ്റം ചെയ്തവരെ പോലെ അവൾ മുഖം കുഞ്ചി നിൽക്കുമായിരുന്നു. വൈശു, വാടാ. അനു അവളെ കൈനീട്ടി അടുത്തേക്ക് വിളിച്ചു. ഒരു കാറ്റ് പോലെ വൈശു ഓടിച്ചെന്ന് അവളെ പുണർന്നു. സോറി അനു, ഞാൻ അറിയാതെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടോ, കരയാതെ. അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തില്ലല്ലോ. മതി, എല്ലാവരും പുറത്തോട്ട് പോയി അതിനെക്കുറിച്ച് റെസ്റ്റ് എടുക്കട്ടെ. അത്രയും പറഞ്ഞ് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി. മോരടൻ, ഇങ്ങനെ മാത്രം എന്താ ഇങ്ങനെയായി പോയെ? അനി അവളുടെ നിറകിൽ ഒരു മുത്തം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വൈശുവും അനുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ചുവരിൽ ചാരിയെന്ന് മാറിൽ കൈ പിണിച്ചു വെച്ചുകൊണ്ട് അനുവിനെ തന്നെ നോക്കി നിൽക്കുവാണ് വൈശാഖ്. വൈശവട്ടം പോകുന്നില്ലേ? ഒന്നും മിണ്ടാതെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ബെഡിലേക്കിരുന്നു. അവളുടെ കൈ കവർന്നു. പേടിച്ചു പോയി ഞാൻ, നീ വീണ് കിടക്കുന്നത് കണ്ട്. അത്രയും പറഞ്ഞ് അവൻ അവളെ ഇറകെ പുണർന്നു. സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ അവൻ സ്തംഭിച്ചിരുന്നു. അതുവരെ കാണാത്ത പുതിയ ഭാവത്തിലായിരുന്നു അവൻ. പെട്ടെന്ന് അവൻ അവളിൽ നിന്നും വിട്ടുമാറി. അനു വായും പൊളിച്ചിരിക്കുമായിരുന്നു. തിരികെ അവളുടെ കണ്ണുകൾ നോക്കി അവൻ പറഞ്ഞു, അനു, നീ എന്നെ എങ്ങനെയാണ് കണ്ടുള്ളത് എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ നിന്നെ എൻ്റെ വൈശുവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. പറഞ്ഞറിയിക്കാത്ത മറ്റൊരു ഇഷ്ടമാണ് എനിക്ക് നിന്നോട്. അത് എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. ആലോചിച്ച് മറുപടി തന്നാൽ മതി. അതും പറഞ്ഞ് അവൻ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നീ എന്തു പറഞ്ഞു? മുഖം വീർപ്പിച്ചിരിക്കുന്ന യാഷിനെ കണ്ട് അനുവിൻ ചിരി പൊട്ടി. ഭാര്യയുടെ പ്രേമകഥ അറിയാനുള്ള ആകാംക്ഷ കണ്ടില്ലേ കെട്ടിയവന്? അതും പറഞ്ഞ് അവൾ അവൻ്റെ വീർപ്പിച്ചിരിക്കുന്ന കവിളിലൊന്ന് കുത്തി. ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നെയും വൈശേട്ടൻ വന്ന് നോക്കിയിട്ട് പോകും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നിറയുന്ന കണ്ണുകൾ കാണുമ്പോൾ എൻ്റെ ഉള്ളിലും എന്തോ വിങ്ങൽ തോന്നാറുണ്ട്. അവളുടെ വൈശേട്ടൻ. യാഷ് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഉരുണ്ട കൂടിയ നീർമണികൾ അവൻ കണ്ടില്ല. അവൻ കാണാതെ തുടച്ചു മാറ്റി. പിന്നെയും അവൾ പറഞ്ഞു തുടങ്ങി. യാഷിനും അറിയണമായിരുന്നു അവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്ന്.
2 ആഴ്ച കഴിഞ്ഞ് അങ്കിളുമാരും തിരിച്ചു വന്നു. പിറ്റേന്ന് തന്നെ വൈശേട്ടനെയും വൈശുവിനെയും കൂടി അവർ തിരിച്ചു പോയി. സത്യം പറഞ്ഞ് അവർ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത നീറ്റിലായിരുന്നു. യാത്ര പറയാൻ വന്ന വൈശേട്ടനെ ഞാൻ എന്തുകൊണ്ട് നോക്കിയില്ല. മുഖം കുനിച്ചു നിന്ന എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു. എന്തിനോ വേണ്ടി. അനു, എന്നെ നോക്കടോ. അവളുടെ ഇരുചുമരിലും കൈ ചേർത്ത് വൈശ അവളോട് ചോദിച്ചു. അവനെ നോക്കി അവളുടെ കണ്ണിലെ നീർത്തിളക്കം മതിയായിരുന്നു. അവൻ അവളുടെ ഉള്ളിൽ താനുണ്ടെന്ന്. ഒരു ചിരിയോടെ അവൻ കൈകൾ പിൻവലിച്ച് തിരിഞ്ഞു നടന്നു. പൊടുന്നനെ അവൾ അവൻ്റെ കൈകൾ പിടിച്ചു നിർത്തി. തിരിഞ്ഞു നോക്കി അവൻ അവളെ അത്ഭുതത്തോടെ നോക്കിയെന്നു. ഇനി എപ്പോഴും വരാ? ചുണ്ടുതുമ്പി അവനോട് ഏങ്ങിലടി ചോദിച്ച അവളെ കാണുകയും പ്രണയത്തോടെ വാത്സല്യത്തോടെ അവൻ നോക്കി നിന്നു. വരണോ? ഒരു കുസൃതി ചിരിയോട് അവൻ ചോദിച്ചു. വരണം. വേണോ? എന്തിനാ വരുന്നേ? ഞാനതിന് എനിക്കിവിടെ ആരാ ഉള്ളേ? ഒരു കുറുമ്പോട് അവൻ പറഞ്ഞു. ഞാനില്ലേ ഇവിടെ? അനിയേട്ടനില്ലേ? നന്ദേട്ടനില്ലേ? വിതിമ്പി പറയുന്നവളെ വാത്സല്യത്തോടെ അവൻ നോക്കിയെന്നു. അവന്മാരെ എനിക്ക് എപ്പോൾ വേണേലും കാണാലോ. കോളേജിലേക്കല്ല ഞാൻ പോണേ. അവിടെ അവരുണ്ടാവല്ലോ. പിന്നെ ആരെവിടെ ഉള്ള എനിക്ക് കാണാൻ? അപ്പോൾ എന്നെ കാണണ്ടേ? പിന്നെ വിതുമ്പുന്ന ചുണ്ടുകളോടെ പറയുന്നവളെ കണ്ട് അവന് ചിരി പൊട്ടി. അതിന് നിനക്കെന്നെ വേണ്ടല്ലോ. ആരു പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആണോ? അപ്പോൾ എൻ്റെ അനിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ആണ്. വൈശവിട്ട് എങ്ങോട്ടും പോകണ്ട. എനിക്ക് ഇഷ്ടമല്ല. എത്ര ഇഷ്ടമുണ്ട്? അതോ ഞാനും അനിയട്ടിൻ്റെ സ്ഥാനത്താണോ പെണ്ണെ? അല്ല, വൈശവിനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് നിറയെ ഇഷ്ടമാണ്. എന്നെ വിട്ടേച്ച് പോവല്ലേ. സത്യമാണോ അനു? അവൻ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി ചോദിച്ചു. ഇനി ധൈര്യമായിട്ട് തിരിച്ചു പോകാം. പിന്നെ 15 വയസ്സേ ഉള്ളൂ. കുറച്ചുകൂടെ വളർന്ന നിന്റെ മനസ്സും വളരും. അപ്പോഴും ഇതിന് മാറ്റം വരും പെണ്ണെ. എൻ്റെ മനസ്സ് മാറില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ആരോട് തോന്നിയിട്ടില്ല. ഇങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം തൻ്റെ ഇഷ്ടം മാറുമോ എന്ന് ചുണ്ടുകൊട്ടി അവനെ നോക്കി പറഞ്ഞു. അവൾ മാറി നിന്നു. എനിക്ക് എന്തിൻ്റെ കീടായിരുന്നു. പിന്നെ ഒരുവിധം കരിക്കടുത്തതാ. ഞാനായിട്ട് തന്നെ വെള്ളമുക്കിയ അവസ്ഥയായി. അനു, അതൊന്നും വേണ്ടടി. നിന്നെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ കാത്തിരുന്നോളാം. മുനെ, അക്കു. അനു, അമ്മ വിളിക്കുന്നു. ഞാൻ പോടടി പെണ്ണെ. അവൻ മനസ്സില്ല മനസ്സോടെ പിൻവാങ്ങി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അനു അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞിരുന്നു. പെട്ടെന്ന് അവൻ തിരികെ വന്നു അവളുടെ കൈ തണ്ടയിൽ ചുംബിച്ചു. ഇനി കാണുന്നവരെ എനിക്കിത് മതി കേട്ടോ. അനു കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവളെ കണ്ണടക്കി കാണിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി ഓടി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അയാൾ അവർ രണ്ടുപേരും കണ്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? യാഷിന്റെ ചോദ്യമാണ് അവൾ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. 6 മാസം കഴിഞ്ഞ് അന്ന് വൈഷുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അവൾക്ക് 16 തികയുന്ന ദിവസം. ഫംഗ്ഷൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പതിവിലും മേക്കപ്പ് ചെയ്തിറങ്ങുന്ന നന്ദേട്ടനെ ഞങ്ങൾ രണ്ടുപേരും കൂർപ്പിച്ച് നോക്കി. അതിനൊരു എളിയായിരുന്നു ഏട്ടൻ്റെ വക. എന്താണ് മോനെ ഒരു ഇളക്കം? നന്ദൻ ഒന്നുമില്ലെന്ന് ചുമ്മലനക്കി കാണിച്ചു. എന്തൊക്കെയോടെ ചീഞ്ഞ് നാറുന്നു. ചിലരൊക്കെ കണ്ണുപിടിച്ച് പാല് കുടിക്കുന്ന ആരും കാണില്ലെന്നാ വിചാരം. അതെന്നെ തന്നെ ഉദ്ദേശ, എന്നെ മാത്രം ഉദ്ദേശ. ഈ നന്ദേട്ടൻ എന്തിനാ നോക്കി പറയുന്നേ? ഇനി ഇങ്ങനെങ്ങാനും വല്ലം വെറുതെ പണ്ട് എന്നെ ചൊറിയാൻ ഇങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലടാ, സമയമാകുമ്പോൾ നീ എല്ലാം അറിഞ്ഞോളും. അനു ഞാൻ തുറച്ചു നോക്കിയിട്ട് അവനെ അവിടെ നിന്ന് പോയി. ഇതെന്തോ കൂത്തുന്ന ഭാവത്തോടെ അനു അവൻ പോയ വഴിയെ നോക്കിയെന്നു. ഒരു യെല്ലോ ലോങ് ഫ്രോക്കായിരുന്നു അനു ഇട്ടിരുന്നത്. ഒരു പിങ്ക് ഗൗണായിരുന്നു വൈഷുവിൻ്റേത്. അതിലവളെ ഒരു ബാർബി ഡോളിനെ പോലെ തോന്നിച്ചു. വൈഷുവിനെ കണ്ടപ്പോൾ നന്ദൻ്റെ കണ്ണുകൾ തിളങ്ങി. അനുവും അനിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അനു കണ്ണുകൾ കൊണ്ടും അവിടെല്ലാം അവന് തിരിഞ്ഞു. ഒരിടത്തും കാണാതായപ്പോൾ ഫ്യൂസ് പോയ ബൾബ് പോലെയായി അവളുടെ മുഖം. വൈഷു വന്ന് അവളുടെ കൈയും പിടിച്ചു ഒരു ഗാർഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയി നിർത്തി. അനു എന്തോ ചോദിക്കാൻ പോയതും ചൂണ്ടുവിരൽ കൊണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. അതെ, നോക്കിയെന്ന് മുഷിയണ്ട. ഏട്ടൻ്റെ ഓർഡറാ എൻ്റെ ഭാവി ഏട്ടത്തെ ഇവിടെ കൊണ്ട് നിർത്താൻ. അനു കണ്ണുമിഴിച്ച് അവളെ നോക്കി. കണ്ണു തള്ളണ്ട. അന്ന് ഞാൻ തള്ളിയിട്ടപ്പോൾ ശ്രദ്ധിച്ചതാ ഏട്ടൻ്റെ വെപ്രാളവും പരവേശവും. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. എനിക്ക് സന്തോഷമുള്ളോടി പെണ്ണെ. നീയാണ് എൻ്റെ ഏട്ടത്തെ വരുന്നെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി. അവളെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വൈശു പോയി കഴിഞ്ഞ് അനു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കൈ പിണിച്ചുകൊണ്ട് അവൾ തന്നെ നോക്കി നിൽക്കുന്ന വൈശാഖിനെ അവൾ കണ്ടത്. എന്തുകൊണ്ടോ അവളുടെ മുഖം അവനെ നേരിടാതെ കുനിഞ്ഞു പോയിരുന്നു. ഒപ്പം അവളുടെ അടുത്തേക്ക് വരുന്ന അവൻ്റെ കാലടി ശബ്ദം കേൾക്കും തോറും അവളുടെ നെഞ്ചിടി പേറി വരുന്നുണ്ടായിരുന്നു. അനു, അവളുടെ കാതോരം അവൻ അത്രമാത്രം ആർദ്രയോടെ വിളിച്ചു. അവൾ നിന്ന് ഒരു മൂളൽ മാത്രം ഉണർന്നു. ഇന്നൊത്തിരി സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. അവളുടെ കവളിൽ ചുവപ്പ് രാശി പടർന്നു. കൈകൾ ഫ്രോക്കിൽ മുറുകിക്കൊണ്ടിരുന്നു. അനു, ആർ യു ബ്ലെസ്സിങ്? അവൾ നാണത്തോടെ മുഖം തിരിച്ചു. അപ്പോഴും ക്രമീതമായ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു.
ആ ഓർമ്മയിൽ അവളുടെ കവിൾ തടങ്ങൾ വീണ്ടും ചുവക്കുന്നത് യാഷ് വേദനയോടെ നോക്കി നിന്നു. അന്ന് കണ്ണേട്ടൻ എന്നോട് ചോദിച്ചില്ലേ ഇങ്ങനെ ഞാൻ എന്തിനാ നാണിക്കുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോയപ്പോൾ കണ്ണേട്ടൻ വിഷമായോ? നിസ്സഹായ മുഖത്തോടെ അവൾ അവനെ നോക്കി ചോദിച്ചു. വേദന തോന്നി. പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയെന്ന് ഓർത്തുപോയി. പക്ഷേ അതിന് പിന്നിൽ നിന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളുടെ ഇളം കൈ തൻ്റെ കൈക്കുള്ളാക്കി അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അവൻ്റെ തോളിൽ തല ചായച്ചു. പറയണം എനിക്കെല്ലാം, എല്ലാ അർത്ഥത്തിലും. ഞാൻ കണ്ടിട്ടെൻ്റെ മാത്രമാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്നും അവശേഷിക്കാൻ പാടില്ല. എന്താ ഇവിടെ? മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ട് വൈശാഖു നിളിച്ച് കാണിച്ചു. അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാനോ അതോ കുളിക്കാനോ? നിങ്ങൾക്കിവിടെ പൂൾ സൈഡിൽ എന്താ കാര്യം? തിണ്ടി സമ്മതിക്കൂല. ഒന്നുമില്ല. അത് പിന്നെ ഞാൻ അനുവിടെ ചില കാര്യങ്ങൾ പാല കയറി പറയേണ്ട സമയം. ഇനി വള്ളിപ്പുള്ളി തെറ്റാതെ അനുയുടെ ചെവിയിൽ എത്തിക്കും. ഈ കുരിപ്പിനെ ഈ പൂളിൽ തള്ളി ഇട്ടാലും. വൈശാഖ് ആത്മ എനിക്കിട്ട് വല്ലതും പണിയാമെന്നാണോ നീ ആലോചിക്കുന്നേ? കിടന്ന് പരുങ്ങണ്ട. കിസ് സീൻ ഉൾപ്പെടെ ഞാൻ എല്ലാം ഞെടിപ്പായി കണ്ടതാ. പുച്ഛിച്ചുകൊണ്ട് നന്ദൻ അവരെ നോക്കി പറഞ്ഞു. പുറത്തെ മുട്ടത്തോട് പോലും പോയിട്ടില്ല. അപ്പോഴാ അവൾ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. യൂട്യൂബ് ബ്രൂട്ടസി. ഞാൻ വലിയ കുട്ടിയാന്ന് അമ്മ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ പുറത്തെവിടെ മുട്ടത്തോട്? അല്ലേലും ഞാൻ മുട്ടേന്നല്ലല്ലോ വന്നേ, അമ്മയുടെ ഉള്ളിൽ നിന്നല്ലേ. വൈശാഖ് തലയിൽ കൈവച്ചെന്ന് അനുവിനെ നോക്കി. അനുഭവിച്ചെന്ന ഭാവത്തിൽ നന്ദൻ അവനെ നോക്കിയെന്ന് ഇളിച്ചു. ദൈവമേ, ഇതിനാണല്ലോ എനിക്ക് പ്രേമിക്കാൻ തോന്നിയേ. അല്ല ഇതെപ്പോൾ തുടങ്ങിയതാ ഈ അണ്ടർലൈനിൽ കൂടെയുള്ള ലൈൻ വലി? എൻ്റെ പൊന്നു നന്ദ, ഇവിടെ മുമ്പ് നീ എൻ്റെ പ്രണയം തല്ലിക്കൊഴിക്കല്ലേ? നന്ദനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ പ്രണയം മുന്നോട്ട് വരിയാത്ത ഈ കുരിപ്പിനാണോടാ നിനക്ക് കിട്ടിയത്? ഇത് നന്ദട്ടാ, ഞാൻ വലിയ കുട്ടിയാ. കുറെ നേരായി മുട്ടേന്ന് വിരിഞ്ഞല്ല പോലും. അങ്ങനെയാണെങ്കിൽ മുട്ടേന്ന് വിരിയാത്ത വൈശുവിന്റെ പിന്നാലെ എന്തിനാ നന്ദേട്ടൻ നടക്കുന്നേ? ഇഞ്ചി മിഠായി. ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ നന്ദൻ അവരെ നോക്കി ഇളിച്ച് കാണിച്ചു. മോനെ അളിയ, ഇതൊക്കെ ഇപ്പൊ ഒന്നും പറയാനില്ല നന്ദേട്ടന്. അനു കൈവറിച്ചുകൊണ്ട് നന്ദനെ നോക്കി. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എടാ ഭയങ്കര. എന്നാലും എൻ്റെ വൈശു എന്ത് പാപം ചെയ്തു നിന്നെപ്പോലെ ഒന്നിനെ അവളുടെ പിന്നാലെ വരാൻ? താടിക്ക് കൈ കൊടുത്ത് വൈശാഖ് പറഞ്ഞു. അയ്യോ വിടറ കാല എൻ്റെ കാല്. അതെ, മര്യാദയ്ക്കിരുന്ന രണ്ടിൻ്റെയും പ്രേമകഥ ഞാൻ ഫാമിലി മൊത്തം ഫ്ലാഷാക്കും. ഇല്ല, കാലിൽ നിന്ന് കാലെടുക്കട കാല. നന്ദ കാലെടുത്ത് മാറ്റി. വൈശാഖ് അവിടെ നിന്ന് തുള്ളിച്ചാടി നിന്നു. അനുവാണിൽ മുഖം വീർപ്പിച്ച് നന്ദനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. നീ അവിടെ നിൽക്കുമായിരുന്നു? വന്നേ പോകാം. ഗായത്രി വന്ന് അനുവിനെയും കൂട്ടി നടന്നു. അവൾ പുറകിലേക്ക് ഒന്നുകൂടി നോക്കി. അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവൻ. പിന്നീട് 2 വർഷം ഒളിഞ്ഞും തെളിഞ്ഞും അവർ പ്രണയിച്ചു. അങ്ങനെ അനു ഫസ്റ്റ് ഇയർ BBA പഠിക്കുന്ന സമയം. അവിടെയായിരുന്നു എല്ലാം തകിടം മറിഞ്ഞ ആ ദിവസം. രാവിലെ തന്നെ അവധിയായതുകൊണ്ട് കോവിലകത്തുള്ളവർ അന്നത്തെ ദിവസം വൈശാഖിൻ്റെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. കൂടുതൽ നന്ദനും ഉണ്ട്. എല്ലേലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചെക്കിന് നല്ല കഴിവാണ്. അനു തുള്ളിച്ചാടി ആദ്യം കാറിൽ നിന്നിറങ്ങി ഓടിക്കേറി. വേറൊന്നുമല്ല, ചെക്കിനെ കാണാനുള്ള വെപ്രാളം. എന്നാൽ അകത്തുനിന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പുറകെ വന്ന അനിയും നന്ദനും മുഖത്തോട് മുഖം നോക്കി. ഗായത്രിയും കിഷോറും സംഭവം എന്താണെന്നറിയാതെ ആൾ തന്നെ നിന്നു. എന്നാൽ അവസാനം കേട്ട ആ കാര്യം അനുവിൻ്റെ കാതുകളെ കൊട്ടിയടിച്ചു. ഒന്ന് ചലിക്കാൻ പോലും ആകാതെ അവൾ ആ റൂമിന് പുറത്തെ ഭിത്തിയിൽ ചാരി നിന്നു. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി.